നടൻ നാസിഫ് അലി വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുകയാണ്. പ്രമുഖരെല്ലാം ഏറെക്കുറെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് ചെയ്ത് പോകുന്നതാണ് പതിവ് നമ്മൾ കാണുന്ന രീതി. അതനുസരിച്ച് രാഷ്ട്രീയ നേതാക്കളെല്ലാം, മന്ത്രിമാരടക്കം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇതിനകം വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നടൻ നാസിഫ് അലി വോട്ട് ചെയ്യാൻ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശരിക്കും വോട്ടിംഗ് സമയത്ത് നമ്മൾ കൂടുതലായി ഫോക്കസ് ചെയ്യുന്ന ഇത്തരത്തിൽ സിനിമാ താരങ്ങൾ, സെലിബ്രിറ്റീസിനെയൊക്കെ തന്നെയാണല്ലേ? തീർച്ചയായും കുറെ കൂടി അതിന് ആളുകൾ കാത്തിരിക്കുന്നു. ഇപ്പോൾ പ്രമുഖർ, സിനിമാക്കാരൊക്കെ എവിടെ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് എന്നതൊക്കെ അറിയാൻ സ്വാഭാവികമായും പ്രേക്ഷകർക്കും നാട്ടുകാർക്കും ഒരു കൗതുകം ഉണ്ടാകും. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നതും. ഇപ്പോൾ അഭിനേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടൻ ആസിഫ് അലിയുടേത് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ നമ്മൾ ആദ്യം കണ്ടൊരു ദൃശ്യം. ഇപ്പോൾ പ്രധാനപ്പെട്ട നടന്മാർ ഒക്കെ എവിടെ? സുരേഷ് ഗോപി ആദ്യം വന്നു. ശരിയാണ്, അദ്ദേഹം പിന്നെ ഒരു രാഷ്ട്രീയ നേതാവും എംപിയും ഒക്കെയാണ്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ഒരു സിനിമാക്കാരൻ എന്ന രീതിയിൽ മാത്രം കണ്ടിട്ടില്ല. സിനിമാക്കാരൻ എന്ന രീതിയിൽ മാത്രം കാണുന്ന ആദ്യത്തെ ഒരാൾ നമ്മളിപ്പോൾ കാണുന്നത് ആസിഫ് അലിയാണ്. ഏകദേശം 8:15 അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ആസിഫ് അലിയും സഹോദരനും കുടുംബവും ഒക്കെ തന്നെ ഇടുക്കിയിലെത്തി വോട്ട് ചെയ്യാനായി കാത്തിരിക്കുകയാണ്. വോട്ട് ചെയ്തിട്ടില്ല, ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും രാവിലെ തൊട്ട് തന്നെ വന്നും പോയും ഇരിക്കുന്നുണ്ട്. അതിലും 1 മണിക്കൂർ 20 മിനിറ്റ് പിന്നിടുകയാണ്. തിരക്ക് ഒരു അത്യാവശ്യമായി കൂടി വരുന്ന ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തുടക്കത്തിലേതുപോലെയല്ല, 7 മണി സമയത്തേതുപോലെയല്ല, പല പോളിംഗ് സ്റ്റേഷനുകളിലും ആളുകൾ കൂടി വരുന്നൊരു കാഴ്ച നമുക്ക് പലയിടത്തു നിന്നും കാണാൻ കഴിയുന്നുണ്ട്. ശരാശരി 7% പോളിംഗ്. ശരാശരി 7% പോളിംഗ് എല്ലാ ജില്ലകളിലും രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പറയാൻ കഴിയുക. ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഷാജഹാൻ പട്ടം സെന്റ് മേരീസ് സ്കൂളിലെ ബൂത്ത് നമ്പർ 4 വോട്ട് ചെയ്യാനായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്.